കോതമംഗലം മാമലക്കണ്ടത്ത് വാക്കുതർക്കത്തെ തുടർന്ന് കുടുംബത്തെ ജീപ്പ് പിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചുവെന്ന പരാതിയിൽ അന്വേഷണം ഊർജിതം. കൊഴിഞ്ഞാപ്പാറ സ്വദേശി വിനോദിനും കുടുംബത്തിനും നേരെയാണ് ആക്രമണം ഉണ്ടായത്. വിനോദ് ഇപ്പോൾ ലാൽകൃഷ്ണൊപ്പം ചേരുന്നു. ലാൽകൃഷ്ണൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഇന്നലെ വൈകിട്ട് നടുക്കുന്ന ദൃശ്യങ്ങളായി നമ്മൾ കണ്ട ഒരു വാഹനം ഇടിച്ച് അപകടപ്പെടുത്താൻ ശ്രമിച്ച സംഭവം നടന്ന സ്പോട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ നിൽക്കുന്ന വിനോദ് എന്ന് പറയുന്ന മനുഷ്യനാണ് അതിൻ്റെ അകത്ത് പരിക്കേറ്റത്. ഇന്നലെ വൈകിട്ട് ഏകദേശം 6 മണിയോട് കൂടിയാണല്ലോ സംഭവം. എന്താണ് ഈ കാരണം? കാരണം എന്താണെന്ന് അറിയത്തില്ല സാറേ. സ്ഥിരം നമ്മളിങ്ങനെ ഒന്ന് വണ്ടി അവിടെ കൊണ്ട് നിർത്തി ചായ കുടിക്കാനായിട്ട് വന്നതെന്ന് നമ്മൾ ഭയങ്കര തെറി വച്ചപ്പോൾ ഞാനിവിടെ ഇല്ലായിരുന്നു. അപ്പോൾ എൻ്റെ മോൻ വിളിച്ചിട്ട് പറഞ്ഞു ഒരാളോട് ഒന്ന് ഭയങ്കര തെറിയ വെക്കം വരാൻ പറഞ്ഞു. വന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞു എന്നെ കൊല്ലും എന്ന് പറഞ്ഞിട്ട് കത്തിയൊക്കെ എടുത്ത് പിടിച്ചുകൊണ്ട് വന്നു. അപ്പോൾ കത്തി പിടിച്ച് മേടിച്ച് വണ്ടി കത്തിയായിട്ടാണ് ഇയാൾ വന്നത് തന്നെ. ആ വണ്ടിയിൽ നിന്ന് കത്തി എടുത്ത് പറഞ്ഞു. അപ്പോൾ കത്തി ഞാൻ പിടിച്ച് മേടിച്ച് വെച്ചു. അത് ഞാൻ പറഞ്ഞ കുഞ്ഞാന്തി വീട്ടിൽ പോകുന്നതുകൊണ്ട് പോകാനായിട്ട് തുടങ്ങിയപ്പോഴത്തേനും അങ്ങോട്ട് പുറകോട്ട് പോയി വന്നിട്ട് വണ്ടി പാഞ്ഞ് വന്ന് അന്നേരം കൊച്ചു നിൽക്കുന്നു. കൊച്ചിനെ പിടിച്ചു മാറ്റാനായിട്ട് ചെന്ന് വീണ കയ്യിലൊക്കെ തോല് പോയി എൻ്റെ വണ്ടി ഇടിച്ചു വിളിച്ചു. ഓടി മാറി രക്ഷപ്പെട്ടു എന്ന് പറയാം. അതുപോലെ തന്നെ അതുപോലെ വന്നു വെച്ചാൽ വണ്ടി ഇങ്ങ് വന്നാണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് മാറി എങ്ങനെയാണെന്ന് ദൈവത്തിന് മാത്രമേ അറിയാവൂ. ഈ വണ്ടി ഓടിച്ചു വരുന്ന സമയത്ത് ഈ സൈഡിൽ നിൽക്കുന്ന കണ്ടിട്ടും പുള്ളി അത് മൈൻഡ് ചെയ്യാതെ തന്നെ വണ്ടി എടുത്തു. അപ്പം ഞാൻ വിചാരിച്ചു ആള് നിൽക്കുമ്പോൾ എന്തായാലും കയറില്ലല്ലോ. അപ്പം ഞാൻ പറയടാ ഇങ്ങോട്ട് കയറില്ലേ എന്ന് പറഞ്ഞു. പുള്ളിയെ ഒന്നും മൈൻഡ് ചെയ്തില്ല. പുള്ളി അപ്പം തന്നെ വന്നു. നമ്മളെങ്ങനെയോ ആയുസിൻ്റെ വില കണ്ട് കിട്ടിയതാ. അല്ലെങ്കിൽ അപ്പം പെട്ടെന്ന് തന്നെ ഞാൻ അങ്ങോട്ട് മാറിയവൻ ശരിയല്ല എന്ന് തോന്നി. അപ്പം അതിനു മുമ്പ് വന്ന് ഇടിച്ച് കയറി പോയതാ. നിങ്ങളിവിടെ നേരത്തെ പഞ്ചായത്ത് മെമ്പർ ആയിരുന്ന ഒരാൾ കൂടിയാണല്ലോ. ഈ കുഞ്ഞൻ നേരത്തെ ഇവിടെ സ്ഥിരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരാളാണ്. പിന്നെ സ്ഥിരം വിഷയക്കാരനാണ്. ഒരു 6 മാസത്തിനുള്ളിൽ ഇപ്പം 3ാമത്തെ കേസം കണ്ട. ഇവിടെ ഈ വയ്യാവേലിയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങളുടെ നേരെയും വന്നു. അതെ ഞാൻ തൊട്ടടുത്ത് തന്നെയാണ്. എൻ്റെ ഇവിടുന്ന് അങ്ങോട്ട് വന്നിട്ട് അവിടെ ആൾക്കാരുണ്ടായിരുന്നു. എൻ്റെ വൈഫിനെ ഒക്കെ ഒരുപാട് ചീത്ത പറഞ്ഞു. കള്ളു കുടിച്ചിട്ടാണോ? കള്ളുണ്ട്, എന്നാലും അവന് അത്ര മയക്കുമരുന്നിന് അങ്ങനെ കള്ളിനെ അടിച്ചാന്ന് പറഞ്ഞില്ല. അവന് സ്വയബോധമുണ്ട്. വണ്ടി ഓടിക്കാനും മറ്റു കാര്യങ്ങളും അതിനുള്ള സ്വയബോധമുണ്ട്. അവൻ സ്വയബോധത്തോടു കൂടി അവൻ ചെയ്തേക്കണം. പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ടോ? പരാതി കൊടുത്തിട്ടുണ്ട്. പോലീസ് മൊഴി എടുത്തോ? പോലീസ് എന്താ പറയുന്നത് നിങ്ങളോട്? പോലീസ് ഇങ്ങനെ ഞങ്ങൾ ചോദിച്ച ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. കടയിലുണ്ടായിരുന്ന ആളുകളെല്ലാം ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ട ആളുകളാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഇതെല്ലാം ഇന്നലെ തന്നെ ബാക്കി പത്രമായിട്ട് കിടക്കുന്നതാണ്. ക്ലീൻ ചെയ്തുകൊണ്ടാണ് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. ഈ കടയോട് ചേർന്നുള്ള ഭാഗത്താണ് ഈ ടയർ മാർക്ക് വന്നിരിക്കുന്നത്. ഇത് ഇന്നലെ ആ ജീപ്പ് വന്ന് നിന്നതിൻ്റെ ടയർ മാർക്കുകളാണ്. അതുപോലും അവിടെ എത്തി നിൽക്കുന്നുണ്ട്. 2 പ്രാവശ്യം കടയെടുത്തതിന് ശേഷമാണ് ഈ സ്കൂട്ടർ അടക്കം ഇവിടെ ഇടിച്ചിടുകയും ചെയ്തു. ഈ റോഡിലാണ് ഈ സംഭവങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നത്. CCTV ദൃശ്യങ്ങൾ വരുന്നത് ആ ഭാഗത്തു നിന്നുള്ള CCTV ദൃശ്യങ്ങളും പുറത്തേക്ക് വന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് നമുക്ക് ഈ സംഭവവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞത്. പക്ഷേ എന്തൊക്കെയാണെങ്കിലും നിലവിലുള്ള വിവരം അനുസരിച്ച് കുഞ്ഞൻ എന്ന് പറയുന്ന വ്യക്തി ഒളിവിലാണ് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. അടിമാലി ഭാഗത്തേക്ക് പോയ ഇയാളെക്കുറിച്ച് പോലീസിന് ഇതുവരെ വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല.